ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. ഒരു മനുഷ്യൻ കെട്ടുമില്ല. ആകെയുള്ള ബഷീറും 3D പിന്നെ അഫ്നാസും പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാല് വലിയ സ്ഥലമൊന്നുമല്ല, പൊന്നാനി ലൈറ്റ് ഹൗസ്. പൊന്നാനി ലൈറ്റ് ഹൗസിന്റെ ഇത് പറയാന്നുണ്ടെങ്കിൽ ഞാനും നമ്മളെ അസ്ലം 3Dയും കൂടി ഒരു 8 വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു 9 വർഷം 8 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്ത് പോയിട്ട് അവിടുന്ന് ബോട്ട് പോയി പൊന്നാനി പോയിട്ട് അവിടുന്ന് പിന്നെ പോയപ്പോഴാണ് പൂട്ടി കാണുന്നത്. അങ്ങനെ പിന്നെയും ഞാനും ബഷീറും ഞാനും വേറെ അങ്ങനെ എല്ലാവരും കൂടെ പോയപ്പോഴും ലൈറ്റ് ഹൗസ് പൂട്ടി കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ലൈറ്റ് ഹൗസ് കാണാനും അതിന്റെ മേലെ കയറാനാണ്. അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ 3:30 to 5 മണി ലൈറ്റ് ഹൗസ് ഓപ്പൺ ആണ്. അപ്പോൾ കൂട്ടായി അങ്ങാടിയിലെത്തി ഗൈസ്. ഈ ഇടയായിട്ട് KSRT ബസ്സുകളുടെ എണ്ണം കൂടി വരുന്നതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ബാബു എന്താണ് ബാബനയിൽ പറയാനുള്ളത്? KSRTC കൂടി വരുന്നുണ്ടല്ലേ. പിന്നെ നമ്മളെ കൂട്ടായി വാടിക്കല ഏരിയയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെയധികം നല്ലൊരു റോഡാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വളരെ സ്മൂത്തായ യാത്ര ചെയ്യാൻ പറ്റിയ റോഡും പിന്നെ തിരക്ക് കുറഞ്ഞൊരു റോഡുമാണ്. അപ്പോൾ ഒറ്റയ്ക്കൊരു ഡ്രൈവ് ചെയ്യാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൂട്ടായി, വാടിക്കൽ, മൂന്നങ്ങാടി, കാട്ടിലെപ്പള്ളി എന്നീ സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യും. കണ്ടില്ലേ, വണ്ടി ഒഴുകി പോവാണ്, യാതൊരു തടസ്സവും ഇല്ല. ഇപ്പോൾ പൊതുവേ നമ്മളെ നാട്ടിലെ റോഡുകളൊക്കെ ഒരു നല്ല രീതിയിൽ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനിപ്പോൾ അടുത്ത് കോഴിക്കോട് എയർപോർട്ടിൽ പോകാനിടയായി. കോഴിക്കോട് എയർപോർട്ടിൽ ഞാൻ രാവിലെ പോയത് കാരണം 1 മണിക്കൂർ താഴെ സമയം എടുത്തുള്ളൂ. മൗലാനനെ പറ്റി എന്താ അഭിപ്രായങ്ങള്? പിന്നെ +2 കാലഘട്ടങ്ങളാണ് ഓർമ്മ വരുന്നത്. അന്ന് +2 കാലഘട്ടങ്ങളിൽ ഇവിടെ മൗലാനത്ത് തന്നെ കോളേജ് ഉണ്ടായിരുന്നു. കോളേജ് പിന്നെ +2 കഴിഞ്ഞ കോളേജിൽ കുറെ തിരക്കുള്ള ഒരു സമയമായിരുന്നു. ഇപ്പോ എന്ന് പറഞ്ഞാൽ കോളേജ് ചേന്നരക്ക് മാറ്റിയത് കാരണം ഇപ്പൊ ഇവിടെ തിരക്ക് കുറവാണ്. ഞാൻ 2 ദിവസം മുമ്പ് വന്നായിരുന്നു ടീച്ചറാന്റെ കൂടെ. അപ്പോൾ വരും കാഴ്ചകൾ ഇനി അടുത്ത കാഴ്ച കാട്ടിലെപ്പള്ളി എത്തിയിട്ടുണ്ട്. കാട്ടിലെപ്പള്ളിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഐഡിയ വെച്ച് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് മുമ്പ് ഇവിടെ ഒരു കാടായിരുന്നു. അങ്ങനെ ആ കാട്ടില് ഒരു പള്ളി, അഥവാ ഇവിടെ വീടുകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. ഇപ്പത്തെ ഒരു ഇത് കണ്ട് മനസ്സിലാകുന്നുണ്ട് ഈ കാടുകളുണ്ട്. അപ്പൊ ഇത് കാടിൻ പ്രദേശമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ കൂട്ടായി ഭാഗത്തെ ആൾക്കാർ ഇവിടെ കാടായത് കാരണം അങ്ങോട്ട് വരാൻ കുറച്ച് ഒരു മടിപ്പാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായ പള്ളി ആയതുകൊണ്ട് ഇതിനെ കാട്ടിലെ പള്ളി എന്ന് വിളിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ്. പണ്ടൊക്കെ അഴിമുഖം വരാൻ തന്നെ ഒരു സംഭവമായിരുന്നു. അപ്പൊ പണ്ട് അഴിമുഖത്ത് ഞങ്ങൾ വരാറുണ്ട് സാധാരണ ഈ പെരുന്നാൾ ദിവസങ്ങളിലും മാത്രമാണ് അഴിമുഖത്ത് വന്നത്. അന്ന് അഴിമുഖത്ത് വരുമ്പോ ഞങ്ങൾ എങ്ങനെ വരാ വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ട്രക്കർ ഉണ്ടാവും പെരുന്നാൾ ദിവസം. അങ്ങനെ ആ ട്രക്കർ പിടിച്ചിങ്ങോട്ട് വരും. പിന്നെ ട്രക്കർ പിടിച്ച് വന്നിട്ട് അഴിമുഖം വന്നിറങ്ങും ഒരു 2 മണി 3 മണി ആകുമ്പോൾ. പിന്നെ പോലെ ഒരു 11 മണി 10 മണി 9 മണി അങ്ങനെ പോവാൻ വണ്ടി ഉണ്ടാവും ഇവിടുന്ന്. എന്നിട്ട് കുറേ കൂട്ടായി വരെ നടക്കും, കൈ കാണിക്കും, ഏതെങ്കിലും ട്രക്കർ നിർത്തും, എന്നിട്ട് അയാൾക്ക് 5 രൂപ കൊടുക്കും. അങ്ങനൊക്കെ പോയ കാലഘട്ടങ്ങളുണ്ട്. എത്രയോ ഓർമ്മകളാണ് ഇപ്പൊ അഴിമുഖത്ത് വരുമ്പോ ഉള്ള. അപ്പോ അസ്ലമേ, ഞാനിപ്പോ അഴിമുഖത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കില് ഫസ്റ്റ് അഴിമുഖം കേൾക്കുമ്പോ എനിക്ക് എന്താണ് ഓർമ്മ വരുന്നത്? പറഞ്ഞോ. അഴിമുഖത്ത് അപ്പോൾ നമ്മള് അഴിമുഖം എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇനി നോക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഒരു സുരക്ഷിതമായ ഒരു ഏരിയ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം. ഇത് തണൽ കിട്ടുമ്പോ അങ്ങനെ നമുക്ക് പോകാനുള്ള സ്ഥലം ഇവിടുന്ന് അഴിമുഖത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന തെറ്റി കറങ്ങുന്ന സംഭവമാണ് ലൈറ്റ് ഹൗസ്. അങ്ങനെ ആ സംഭവത്തിന്റെ മേലെ കയറാൻ നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോകാനുള്ള ഇവിടുന്ന് ബോട്ട് സർവീസാണ് പൊന്നാനിക്ക് കിടക്കാനുള്ള ഏക മാർഗം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ചെമ്പ്രോട്ടം വഴി പിന്നെ ആലത്തൂര് ആലിങ്ങൽ ചെമ്പ്രോട്ടം വഴി വരണം. അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പൊന്നാനി കർമ്മ റോഡ് വഴി പോകാനുള്ള ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു ബോട്ടാണിത് കണ്ടിട്ട്. ഇത് നമ്മൾ പോകാനുള്ള ബോട്ടാണോ സംശയമുണ്ട്? അതന്നാണത്? അതല്ലേ? ഏത്? സോറി, ഈ ബോട്ടിൽ നമുക്ക് പോകാനുള്ള, അതിന്റെ ബാക്കിലത്തെ ബോട്ട് നമുക്ക് പോകാനുള്ളത്. ഇത് ടൂറിസ്റ്റ് ബോട്ടൊന്നും ഉണ്ട്. നമുക്ക് പോകാനുള്ള ബോട്ട്. ബോട്ടിൽ ഇവിടുന്ന് പോവാന്
അയ്മകൻ ടു പൊന്നാനി ഹാർബറിലേക്ക് പോകാൻ വെറും 20 രൂപ മാത്രമേ. കാരണം മുമ്പ് ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ട് ഷെഫീഖിനെ കൂട്ടിയിട്ട്, സുഹൃത്തുക്കളെ കൂട്ടി വെറുതെ കറങ്ങാൻ ഇറങ്ങിയാണ്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് 20 രൂപകളിൽ പോകാൻ. വെറും സിമ്പിളായിട്ടുള്ള പരിപാടി, 20 രൂപ. അതും പിന്നെ കടക്കിടന്നുള്ളൊരു കടക്കാം, യാത്ര കാഴ്ചകൾ കാണാനുള്ള കാഴ്ചകൾ കാണാം. വളരെ നമ്മളിരിക്കുന്നത് ഡ്രൈവർ സീറ്റിന്റെ അടുത്താണ്. ബോട്ടൊക്കെ ഉണ്ട്. ബോട്ട് ഡ്രൈവർ ക്യാബിൽ തന്നെ കുറച്ചിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നല്ല സ്പീക്കർ സെറ്റപ്പൊക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് കാണാനുള്ള വിൻഡോ ഉണ്ട്, സൈഡ് വിൻഡോ. കുട്ടികളെ നമ്മളെ വ്ലോഗ് കണ്ടിട്ട് നല്ല ശരിയാണ്. ബഷീറുണ്ട്. അപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുക നമ്മളെ അവസരം പങ്കുവെക്കുന്നതാണ്. നമ്മളെ ഏറ്റവും ടെൻഷനൊക്കെ പറ്റിയ അപ്ഡേറ്റ് നമ്മളെ ചെക്ക തന്നിട്ടുള്ള പൊന്നാനി അനീഷ് തന്ന അപ്ഡേറ്റ് പ്രകാരം പൊന്നാനിയിൽ ഇപ്പോൾ ലൈറ്റ് ഹൗസിന്റെ മേലെ ലിഫ്റ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിഫ്റ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത്ര സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ ആൾക്കാർക്ക് കയറ്റാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് കേട്ടത്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നമ്മൾ പോയിട്ട് തന്നെ നോക്കണം. അപ്പൊ എന്തായാലും നമ്മൾ പോകാൻ തന്നെ തീരുമാനം. എന്താണെന്നുള്ള ഒഫീഷ്യൽ ന്യൂസ് ഇല്ല. അത് പോയിട്ട് ബാക്കിയുള്ള ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ന്യൂസ് തന്ന ചെക്കന്മാര് ഇവർ രണ്ടാളാണ്. അപ്പോ എന്തായാലും നമുക്ക് അവിടെ കാണണമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതുപോലെ കുറെ വർഷങ്ങൾ വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ളത്. ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയ്മുഖത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ബോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ടൂറിസ്റ്റ് ബോട്ട് കാണാൻ കിടക്കുന്നുണ്ട്. അത് ഇതിനെക്കാട്ടി കുറച്ച് നല്ല സെറ്റപ്പ് ബോട്ടാണ്. പിന്നെ ഏകദേശം ഒരു 2 മിനിറ്റായി ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കുറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് ഏകദേശം സീറ്റിംഗ് ഫുള്ളാണ്. വളരെ മെല്ലാണ് ബോട്ട് ചലിക്കുന്നത്. ഫ്രാങ്ക് നമ്മളെ ഏജുള്ള ചെക്കനാണ്. ഞാൻ മുമ്പ് വന്നപ്പോൾ ഫ്രാങ്ക് ഇയാളായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ട്രിപ്പിനും ഓരോ ഫ്രാങ്കായിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളെ ചാലും കടന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് അഴിമുഖം. പൊന്നാനി. അപ്പോ ഇത് ഈ കാണുന്ന ചാലിൽ കൂടാണ് ബോട്ട് മീൻ പിടിച്ചിട്ട് വരാനും മത്സ്യബന്ധനത്തിൽ ആൾക്കാർ പോകുന്നത്. അതുപോലെ ഇവിടെയാണ് നമ്മളെ പുഴയും അതുപോലെ തന്നെ കടലും ഉണ്ടാകുന്ന സ്ഥലം. മറ്റേ എന്താ പറയാ, ഒന്നാമത്തെ സ്ഥലം. അപ്പോ കൊള പെയ്യുന്ന സ്ഥലം. പുഴയും കടലും കൊള പെയ്യുന്ന സ്ഥലം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു പ്രതീക്ഷിക്കുന്നത് 3-4 മിനിറ്റിനുള്ളിൽ എത്തും. പൊന്നാനി എത്തുന്നതാണ് ഒരു പ്രതീക്ഷ. ബാക്കി ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ ഇറങ്ങിയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ പിന്നെ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ഓട്ടോ പിടിച്ചാൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ വീഡിയോ ഇവിടെ ഇപ്പത്തെ വീഡിയോ ഇവിടെ നിൽക്കുകയാണ്. പൊന്നാനിയുടെ കടലെത്തിയിട്ടുണ്ട്. ബോട്ട്, വലിയ ബോട്ട്. ഓഹോ, മറ്റേ മീൻ പിടിക്കുന്ന പോകുന്ന ഫിഷിംഗ് ബോട്ടാണ്. പിന്നെ ബോട്ടിൽ നിൽക്കുന്ന ആൾക്കാർ, ചൂണ്ടക്കാരുണ്ട് ഇവിടെ. ഇവ ബോട്ട് വരുന്ന കാത്ത് കുറെ ആൾക്കാരവിടെ. ക്രൗഡ് കൂടുതലാട്ടാ. പൊന്നാണിയിൽ നിന്ന് അയ്മുഖത്തിന്റെ ക്രൗഡ് കൂടുതൽ. അയ്മുഖത്തിൽ നിന്ന് പൊന്നാനി ക്രൗഡ് കുറവാണ്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമുക്ക് അപ്പൊ കുറെ കാലത്തിന് ശേഷം ഞങ്ങള് ഓട്ടോറിക്ഷയിൽ കയറിയ ഒരു അനുഭവം കൂടി ഈ യാത്രയിലുണ്ട്, പങ്കുവെക്കുകയാണ്. അപ്പോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഓട്ടോ കയറാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുങ്ങുന്നത്. പിന്നെ ഞങ്ങൾ 4 തടിമാടന്മാരായതുകൊണ്ട് തന്നെ ബഷീറിന്റെ മടിയിൽ ഇരുത്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ ഇവിടെ പൊന്നാനിയിലുണ്ടാവൂലേ? ഏട്ടന്റെ പേരെന്താ? പൊന്നാനിയിലല്ലേ? എന്താ പേര്? അക്ബർക്കാണ് ഇപ്പൊ നമ്മളെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്ന ആള്. പൊന്നാനിയിൽ നിന്ന് മലബാർക്കാട് ഓട്ടോറിക്ഷയിലാണ് നമ്മള്
ലൈറ്റ് ഹൗസിന് വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു ഉറപ്പില്ല ലൈറ്റ് ഹൗസിന്റെ മേലെ കയറാൻ പറ്റുമോ എന്നുള്ളത്. കയറാൻ പറ്റും. അക്ബർ ഖാന്റെ ആ പോസിറ്റീവ് റെസ്പോൺസ് അത് നമുക്ക് ഇഷ്ടമായി. അപ്പോ എന്തായാലും ഫോട്ടോ ഇറങ്ങിയിട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം കൂടി, പൊന്നാണിയിൽ നിന്ന് ലൈറ്റ് ഹൗസിൽ പോകണമെങ്കിൽ നടന്നും പോവാം, ഓട്ടോറിക്ഷയും പോകാം. ഞങ്ങൾ ഓട്ടോറിക്ഷ ചെയ്യുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കാലിനും വയ്യ. പിന്നെ വലിയ എമൗണ്ട് ഒന്നും ഓട്ടോറിക്ഷ പോകാൻ ചെറിയൊരു എമൗണ്ട് തന്നെ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ അക്ബർ ഖാനെ പോലത്തെ ആൾക്കാർ ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടാവും, വിളിച്ചിട്ട് പോവാം. എന്നാ ഓക്കെ, ഇനി അടുത്ത് ഇറങ്ങുമ്പോൾ കാണാം. പൊന്നാനിയുടെ ഉൾവയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ ലൈറ്റ് ഹൗസിലേക്ക്. അപ്പൊ എന്തായാലും എപ്പോഴും എത്തും ഇടവയിലൂടെ. അതിനെപ്പറ്റി പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. നടന്നു വന്നപ്പോ ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു. ലൈറ്റ് ഹൗസിന്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു നമ്മള്. ലൈറ്റ് ഹൗസ് അക്ബർക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് അക്ബർക്കാരെ നമ്മള് സ്റ്റാൻഡിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നതാണ്. ഇപ്പൊ ലൈറ്റ് ഹൗസിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഗേറ്റ് തുറന്നതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ ഓപ്പൺ ആണെന്നാണ്. ഇതാണ് എന്റെ അവസ്ഥ. 8 കൊല്ലമായിട്ട് പൊന്നാനി ലൈറ്റ് ഹൗസ് കാണാൻ വരുന്നതിന്റെ അവസ്ഥയാണ്. ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇതാണ് അവസ്ഥ. ഇവിടെ ഒന്നും കാണാനേ നമുക്ക് ഭാഗ്യമുള്ളൂ ഇത്രയും കൊല്ലങ്ങളായിട്ട്. അസ്ലം എന്താ പറയാനുള്ളത്? 8 കൊല്ലമായിട്ട് ഇതേ വരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇന്ന് ലൈറ്റ് ഹൗസിന്റെ മേലെ കയറാൻ പറ്റില്ല. ഇതോടുകൂടി നിർത്തുന്നതാണ്. ഞങ്ങൾ കുറെ കണ്ടന്റുകൾ ഞങ്ങൾ ആലോചിച്ചതായിരുന്നു. അതന്നെ, ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് വേറെ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. വീണ്ടും കാണാം.